തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഇന്ന് വിരാമമായേക്കും. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നിർണായകമായ തീരുമാനം എടുക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് ഹിയറിംഗ് നടത്തിയത്. വോട്ട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ വൈഷ്ണയ്ക്ക് മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. പക്ഷേ ശരിയായ തീരുമാനം എടുത്തില്ല എങ്കിൽ സവിശേഷ അധികാരം ഉപയോഗിക്കുമെന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക രേഖകളിലുള്ള വിലാസത്തിലാണ് വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയതെന്നും മുട്ടട വാർഡിലെ താമസക്കാരിയാണെന്നും വൈഷ്ണ അറിയിച്ചിട്ടുണ്ട്. 7 വർഷമായി താമസിക്കാത്ത വിലാസത്തിലാണ് വൈഷ്ണ വോട്ട് ചേർത്തത് എന്ന പരാതിയിൽ CPM പ്രവർത്തകൻ ധനേഷ് ഉറച്ചു നിൽക്കുകയാണ്. വോട്ട് വെട്ടിയതിനെ കോർപ്പറേഷനും ന്യായീകരിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് കോടതിയെ അറിയിക്കും. വോട്ട് ചേർത്താൽ വൈഷ്ണയ്ക്ക് മത്സരിക്കുവാൻ തടസ്സവുമുണ്ടാകില്ല. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിൽ ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനം എടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് എതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവും ഇറക്കിയത്. നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണ് ഇതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM നടപടിയെയാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതും. ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കുവാനായി വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നും കോടതി ചോദിക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേരു നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കാനും ഹൈക്കോടതി ഉത്തരവും ഇട്ടിട്ടുണ്ട്. കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ കോർപ്പറേഷന് ഇതിൽ എന്താണ് കാര്യമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യവും. കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുത് എന്നും കോടതി ഓർമ്മിപ്പിച്ചു.